എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ജൂൺ 10-ാം തീയതി രാവിലെ 10 മണി മുതൽ ജൂൺ 11-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഈ ഒരു സമയത്തിനുള്ളിൽ പോയിട്ട്, അതായത് ജൂൺ 10-ാം തീയതി തന്നെ പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമായിരുന്നു, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചു. അലോട്ട്മെൻറ്റ് ലഭിച്ച സമയത്ത് ഞാൻ ടെമ്പററിയാണ് അഡ്മിഷൻ നേടിയിട്ടുള്ളത്, അതല്ലെങ്കിൽ ഞാൻ പെർമനൻറ്റ് അഡ്മിഷനാണ് നേടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് നോക്കിയ സമയത്ത് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണോ, അതല്ലെങ്കിൽ ഇനി സ്കൂളിൽ പോവേണ്ടതില്ലേ, അതായത് ഇനി തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്താൽ മതിയോ എന്നിങ്ങനെ വിദ്യാർത്ഥികൾ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിരവധി വിദ്യാർത്ഥികൾക്ക് ആ ഒരു സംശയങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടാണ് സെപ്പറേറ്റായിട്ട് ഒരു വീഡിയോ തന്നെയായിട്ട് ഈ ഒരു കാര്യം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ടെമ്പററിയാണ് അഡ്മിഷൻ നേടിയിട്ടുള്ളത് എങ്കിലും പെർമനൻറ്റ് അഡ്മിഷനാണ് നേടിയിട്ടുള്ളതെങ്കിലും HSKP വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്കിപ്പോൾ MRS കോട്ടയിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ആ ഒരു ലിങ്ക് കൂടി കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ SWSൻ്റെ ആ ഒരു മെറിറ്റ് കോട്ടയുടേത് മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം എൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും ജില്ലയും കൊടുത്ത് ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്ത സമയത്ത് എനിക്ക് കാണാൻ സാധിക്കുന്നത്, നിങ്ങൾക്ക് അതായത് ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ നോക്കുന്ന സമയത്ത് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതിയൊരു സ്കൂളിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് ആ ഒരു ഓപ്ഷനിലേക്ക് കിട്ടിയിട്ടുള്ളത്, അതനുസരിച്ച് നിങ്ങൾക്ക് ഒന്നുകിൽ ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ്. നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടി വരിക. അതേസമയം രണ്ടാമത്തെയോ അല്ലെങ്കിൽ മൂന്നാമത്തെയോ നാലാമത്തെയോ അഞ്ചാമത്തെയോ ഒക്കെ ഓപ്ഷനാണെങ്കിൽ ടെമ്പററി അഡ്മിഷൻ നിങ്ങൾക്ക് നേടാവുന്നതാണ്. കാരണം തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെമ്പററി അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ വിദ്യാർത്ഥികൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നതെങ്കിൽ അലോട്ട്മെൻറ്റ് ആർക്കും, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും കിട്ടിയിട്ടില്ല സെക്കൻഡ് അലോട്ട്മെൻറ്റിലും കിട്ടിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാം. അതേസമയം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടി നിങ്ങൾ ടെമ്പററി അഡ്മിഷനോ അതല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ ആണ് നേടിയിട്ടുള്ളത്, എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് കാണാൻ സാധിക്കുന്നത്, അതായത് നോ ചേഞ്ചസ് ഇൻ യുവർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ പറ്റുക. അപ്പോൾ ഈ ഒരു നോ ചേഞ്ചസ് ഇൻ യുവർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്ന വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഈ ഒരു നോ ചേഞ്ചസ് ഇൻ യുവർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്ന വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. അതായത് ഞാനിപ്പോൾ ഒരു 5 ഓപ്ഷൻ ആയിരുന്നു അലോട്ട്മെൻറ്റ്, 5ാമത്തെ ഓപ്ഷനായിരുന്നു എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ അവിടെ ടെമ്പററി ആയിട്ടാണ് അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നോട്ട് ചേഞ്ച് ഇൻ യുവർ അലോട്ട്മെൻറ്റ് എന്നാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല, സ്കൂളിൽ പോവേണ്ട ആവശ്യവുമില്ല. കാരണം ഓൾറെഡി ഞാൻ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുണ്ട്. ഇനി തേർഡ് അലോട്ട്മെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അതിലേക്ക് പരിഗണിക്കും. സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടാത്തത് കാരണം കൊണ്ട് തന്നെ എനിക്ക് തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് എന്നെ പരിഗണിക്കുന്നതാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടുകയാണെങ്കിൽ മാത്രമാണ് ഇവിടുത്തെ സീറ്റ് പോവത്തുള്ളൂ. എനിക്ക് എവിടെയും കിട്ടിയിട്ടില്ല, നോ ചേഞ്ചസ് ഇൻ യുവർ അലോട്ട്മെൻറ്റ് എന്നുള്ളത് ആയതുകൊണ്ട് തന്നെ എൻ്റെ സീറ്റ് അവിടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ടെമ്പററി ആയിട്ട് തന്നെ അവിടെ തുടരാം. ഞാൻ സ്കൂളിൽ വീണ്ടും പോവേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. ഇനി അതേസമയം എനിക്കിപ്പോൾ ആ ഒരു ടെമ്പററി അഡ്മിഷൻ നേടിയ സീറ്റ് പെർമനൻറ്റ് അഡ്മിഷൻ നേടണം എന്നൊരു ആഗ്രഹമുണ്ട് എങ്കിൽ എനിക്ക് ആ ഒരു സ്കൂളിൽ പോയിട്ട് ഫീസ് അടിച്ച് അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനി അതല്ല നിങ്ങളെ തേർഡ് അലോട്ട്മെൻറ്റിന് പരിഗണിക്കപ്പെടണം ഈ ഒരു ഓപ്ഷൻ, അത് ഫസ്റ്റ് കിട്ടിയ ആ ഒരു ഓപ്ഷൻ, എനിക്ക് അവിടെ സീറ്റ് പെർമനൻറ്റ് അഡ്മിഷൻ വേണ്ട എന്നാണെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് സ്കൂളിലൊന്നും പോവേണ്ടതില്ല, അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് കാത്തിരുന്നാൽ മതിയാകും. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ വേണമെങ്കിൽ മാത്രമേ സ്കൂളിൽ അഡ്മിഷനായിട്ട് പോവേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അത് നിങ്ങൾക്ക് നോ ചേഞ്ച് ഇൻ അലോട്ട്മെൻറ്റ് എന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല, നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്താൽ മതി. ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നോ ചേഞ്ച് ഇൻ അലോട്ട്മെൻറ്റ് വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച സമയത്ത് പെർമനൻറ്റ് അഡ്മിഷനാണ് നേടിയിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല, നിങ്ങളും തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് കാത്തിരുന്നാൽ മതിയാകും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ടെമ്പററി ആയിട്ടോ അതല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ ആണ് അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ 5ാമത്തെ ഓപ്ഷനിൽ നിങ്ങൾ ടെമ്പററി ആയിട്ടാണ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്.
സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആ ഒരു ഒന്നാമത്തെ ഓപ്ഷൻ ലഭിച്ച സ്കൂളിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതേസമയം നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനല്ല കിട്ടിയത്, അത് നിങ്ങളിപ്പോൾ ടെമ്പററി ആയിരുന്നാലും അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഏതൊരു ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിലും ആ ഒരു കിട്ടിയിട്ടുള്ള ഓപ്ഷൻ്റെ താഴെയുള്ള മറ്റു ഓപ്ഷൻ റദ്ദ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ സീറ്റ് നഷ്ടപ്പെടുന്നതും പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതുമാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ലഭിച്ച ആ ഒരു ഓപ്ഷൻ ഒന്നാമത്തേതാണെങ്കിൽ മാത്രം പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ബാക്കിയുള്ള ഏത് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് തന്നെ അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആയിരുന്നാലും പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികളായിരുന്നാലും നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പരിശോധിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ പോയിട്ട് ഒന്നുകിൽ ടെമ്പററി അഡ്മിഷനോ അതല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ നിങ്ങൾക്ക് നേടാവുന്നതാണ്. ഫസ്റ്റ് കിട്ടിയ സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് ആ ഒരു സെയിം സ്കൂളിലെ മറ്റൊരു ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് അതായത് ആ ഒരു കോഴ്സ് മാറ്റത്തിൻ്റെ ഫലമായിട്ട് നിങ്ങൾ സ്കൂളിൽ പോയിട്ട് വീണ്ടും ടെമ്പററി അഡ്മിഷൻ നേടിയാൽ മതി. അതേസമയം മറ്റൊരു സ്കൂളിലാണ് കിട്ടിയതെങ്കിൽ ആ ഒരു പുതുതായിട്ട് കിട്ടിയ സ്കൂളിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് പുതിയ സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതാണ്. അതേസമയം നോ ചേഞ്ച് ഇൻ അലോട്ട്മെൻറ്റ് എന്നാണ് നിങ്ങൾക്ക് കാണുന്നതെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് കാത്തിരുന്നാൽ മതിയാകും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.